إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമായി അള്ളാഹുവിൻ്റെ കിതാബിൽ സൂറത്തു ദാരിയാത്തിലൂടെ നമ്മെ അറിയിച്ചു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ രണ്ട് വർഗങ്ങൾ അഥവാ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വമഅനൽ ആയതി അന്നഹു തആല ഖലഖൽ ഇബാദ ലിയഅ്ബുദൂഹു വഹ്ദഹു ലാ ശരീക ലഹു. ഈ ആയത്തിൻ്റെ അർത്ഥം എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഇല്ലാ ലിയഅ്ബുദൂൻ, അഥവാ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ എന്ന അള്ളാഹുവിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം ഏകനാക്കുവാൻ വേണ്ടിയല്ലാതെ നാം ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ദീനിൻ്റെ അടിത്തറ തൗഹീദ് അഥവാ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിനു വേണ്ടി മാത്രമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും പടച്ചിട്ടുള്ളത്. തൗഹീദ് എന്ന് നമ്മൾ ധാരാളം തവണ കേൾക്കാറുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് തൗഹീദ് എന്നത്? ആവർത്തിച്ച് വീണ്ടും വീണ്ടും ദിനേന എന്നോണം നാം ഓർമ്മിച്ചു കൊണ്ടിരിക്കേണ്ട, പഠിച്ചുകൊണ്ടിരിക്കേണ്ട, ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു ദിവസം 17 തവണ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹ ഓരോ മുസ്ലിമിനെ കൊണ്ടും പാരായണം ചെയ്യിപ്പിക്കുന്നു. ഈ സൂറത്തുൽ ഫാത്തിഹയിലൂടെ
നമ്മൾ ഓരോരുത്തരും, ഓരോ മുസ്ലിമും 17 തവണ നിർബന്ധമായി പ്രഖ്യാപിക്കുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ച് റബ്ബിനോട് ഈ കരാർ നാം പുതുക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും ആ ആയത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകൾക്ക് മറുപടി നൽകും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നിസ്കാരത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാകുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഓരോ ദിവസവും ഈ കരാർ നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നത്, കേട്ടുകൊണ്ടിരിക്കുക എന്നത് നമുക്കൊരാൾക്കും അതിനോട് വിമുഖത കാണിക്കേണ്ടതില്ല, തോന്നേണ്ടതില്ല. നമ്മൾ ദിനേന കേൾക്കുന്നതല്ലേ, ഒരുപാട് കാലമായില്ലേ കേൾക്കുന്നു എന്ന ഒരു ചിന്ത പ്രിയമുള്ളവരെ നമുക്കുണ്ടാവരുത്. മറിച്ച് തൗഹീദ് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ് നാം. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ റസൂൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർ കാണുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഹാറൂൻ അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, മറ്റൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം 40 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്ന ഒരു റസൂൽ അവരിൽ ഉണ്ടായിരിക്കെ ആ സമൂഹമത പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. അമ്പിയാക്കളുടെ കാലഘട്ടം കഴിഞ്ഞു, മഹാന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ പിന്നിട്ട് നിൽക്കുന്ന നാം തൗഹീദ് എത്ര കണ്ട് പഠിക്കണം. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മൾ പലതവണ കേൾക്കാറുണ്ട്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. ആരാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം? തൗഹീദിനു വേണ്ടി പടപൊരുതിയ ആദർശ പിതാവായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മാതൃകാ യോഗ്യനായി അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് ആവർത്തിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ തൗഹീദാണ് അള്ളാഹു നമ്മെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ബാക്കിയുള്ളതെല്ലാം അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നിശ്ചയിച്ച കാര്യകാരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെനിക്ക് ഉപജീവനം നൽകണമെന്നോ അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നോ സൃഷ്ടികളിൽ നിന്നും നാം ആഗ്രഹിക്കുന്നില്ല. അഥവാ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹു പറയുന്നു, അല്ലാഹുവാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ, അവനാണ് ശക്തിയും ബലവുമുള്ളവൻ. നോക്കൂ സഹോദരങ്ങളെ, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറഞ്ഞു, തൊട്ടുടനെ അല്ലാഹു ഉപജീവനവും പറഞ്ഞു. അതുകൊണ്ട് ഉപജീവനത്തിന്റെ പിന്നാലെ പോയി നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നാം മറന്നു പോവരുത് എന്നുകൂടി ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? എന്താണ് തൗഹീദിന്റെ അർത്ഥം? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഏകനാക്കൽ? എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം കൊണ്ടുള്ള ഉദ്ദേശം? നാം പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, 3 അടിസ്ഥാനങ്ങളാണ് തൗഹീദ് എന്ന് പറയുന്ന ആ വാക്കിനുള്ളത്. അഥവാ 3 കാര്യങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏകനാക്കിയാൽ
ഒരാൾ മുവഹിദായി, തൗഹീദ് ഉൾക്കൊണ്ടവനായി. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കലാണ്, അതിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. അഥവാ റബ്ബ് എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അധികാരത്തിലും ജീവിപ്പിക്കുന്ന കാര്യത്തിലും മരിപ്പിക്കുന്ന കാര്യത്തിലും തുടങ്ങി അള്ളാഹുവിൻ്റെ പ്രവർത്തികളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അവനിൽ യാതൊരു പങ്കുകാരുമില്ല എന്നുറച്ചു വിശ്വസിക്കണം. അതാ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സർവ്വലോകങ്ങൾ അഥവാ നാം കണ്ടതും കാണാത്തതും നാം അറിഞ്ഞതും അറിയാത്തതുമായ ഏതൊക്കെ ലോകങ്ങളുണ്ടോ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൻ്റെ എല്ലാം റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു അല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അതുപോലെ അല്ലാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അല്ലാഹുവാണ് മാലിക്കുൽ മുൽക്ക്, അല്ലാഹുവാണ് യുഹ്യി വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇതിലെല്ലാം അല്ലാഹു ഏകനാണ്. ഇതൊന്നും അല്ലാഹു ഒരാൾക്കും വകവെച്ചു കൊടുത്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പിന്നെ ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമാകുന്നു. ഒരു പടപ്പിനും ആ പേര് വെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ലോകം മുഴുവനും അധികാരപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇതാണ് അല്ലാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഇതിൽ വല്ല പിഴവും പറ്റിപ്പോയാൽ അവൻ്റെ തൗഹീദ് പൊളിഞ്ഞു പോകും. തൗഹീദ് പൊളിഞ്ഞാൽ പിന്നെ ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അല്ലാഹു പറഞ്ഞു സത്യത്തിന് ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്താണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മുദബ്ബിറുൽ ആലം എന്ന് അല്ലാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു പടപ്പിനെ കുറിച്ചും ആ വാക്ക് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. മുദബ്ബിറുൽ ആലമായി കൊണ്ടു നടന്ന ചില കാഫിലക്കാർ അവരുടെ ദാരുണമായ അവസ്ഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനെ പുകഴ്ത്തേണ്ട, അവനെ വാഴ്ത്തേണ്ട, അവനെക്കുറിച്ച് തസ്ബീഹും തഹ്മീദും പറയേണ്ട അല്ലാഹു നൽകിയ അനുഗ്രഹമായ നാവിലൂടെ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഴുവനും വകവെച്ചുകൊണ്ട് നാടുനീളെ നടന്ന ഒരുവന്റെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റുബൂബിയത്തിൽ അല്ലാഹുവിനെ ഏകനാക്കണം. രണ്ടാമത്തെ അടിസ്ഥാനം, അല്ലാഹുവാണ് റബ്ബ് എന്നിരിക്കെ, അല്ലാഹുവാണ് സട്ടാവ് എന്നിരിക്കെ, അവനാണ് സർവ്വതിൻ്റെയും അധികാരി എന്നിരിക്കെ, ആ റബ്ബിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. ആരാധനകളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. മഹാന്മാരായ ഉലമാക്കൾ, തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രണ്ടാമത്തെ അടിസ്ഥാനത്തിന് തൗഹീദുൽ ഉലൂഹിയ്യ എന്നാണ് പറയുക. അഥവാ ഇലാഹ്, ആരാധ്യൻ എന്ന വിഷയത്തിൽ റബ്ബ് മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ. ആരാധനക്കർഹതയുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. ആരാധിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ, ശക്തികൾ പലതുമുണ്ട്. പക്ഷെ അതിനൊന്നും ആരാധനക്കർഹതയില്ല. കാരണം അവരാരും സൃഷ്ടിച്ചിട്ടില്ല, അവരാരും ഉടമപ്പെടുത്തുന്നില്ല, അവരാരും നിയന്ത്രിക്കുന്നവരല്ല, അവർക്കൊന്നും അതിന് കഴിവില്ല. അതുകൊണ്ട് ഈ കഴിവെല്ലാമുള്ള റുബൂബിയത്തുള്ള അള്ളാഹുവിന് മാത്രമേ ഉലൂഹിയത്തും സമർപ്പിക്കാൻ പാടുള്ളൂ. അഥവാ അള്ളാഹുവാണ് റബ്ബ് എന്നതുകൊണ്ട് തന്നെ ആ റബ്ബിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. പ്രാർത്ഥനയാവട്ടെ, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സകാത്താവട്ടെ, ഹജ്ജാവട്ടെ, സ്വതക്കകളാവട്ടെ, ഏത് നന്മകളാവട്ടെ, അതെല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ ഒരു സഹായതേട്ടവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് നൽകേണ്ടതായ ആരാധനകളൊന്നും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു
ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഇബാദത്തുകൾ കറകളഞ്ഞ ഇബാദത്തുകളായിരിക്കണം, തൗഹീദിൽ അധിഷ്ഠിതമായ ഇബാദത്തായിരിക്കണം. അഥവാ റബ്ബിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ നിയ്യത്ത്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതാ അള്ളാഹു പറഞ്ഞു, ഖുൽ പറയുക നബിയെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങളുമെല്ലാം എൻ്റെ ജീവിതവും മരണവും എല്ലാം സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഇബാദത്തുകൾ മുഴുവനും റബ്ബിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു, അവന് യാതൊരു പങ്കുകാരില്ല എന്ന് പറഞ്ഞു. അതാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതും എന്നും പറഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ച കാര്യമാണിത്. അതിനെ തുടർന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഇതാണ് രണ്ടാമതായി അള്ളാഹുവിനെ ഏകനാക്കേണ്ട കാര്യം. മൂന്നാമത്തെ അടിസ്ഥാനം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, 99 നാമങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതല്ലാത്ത റബ്ബ് അറിയിച്ചു തരാത്ത നാമങ്ങളും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം. ആ നാമങ്ങളെല്ലാം അള്ളാഹുവിന് നാം സ്ഥിരപ്പെടുത്തണം. ആ നാമങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം. ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള അത്യുന്നതമായ വിശേഷണങ്ങളുണ്ട്, അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു എന്ന നാമം അതാണ് ഇസ്മുൽ ജലാല. ആ നാമം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അർ-റഹ്മാൻ, പരമകാരുണികൻ എന്നർത്ഥം പറയും. ആ നാമം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ ഏത് നാമമുണ്ടോ അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് പേര് വെക്കുമ്പോൾ അബ്ദു കൂട്ടിയിട്ടാണ് പേര് വെക്കുക. അബ്ദുല്ലാ, അബ്ദുർ-റഹ്മാൻ, അബ്ദുർ-റഹീം. നോക്കൂ, അബ്ദ് റഹ്മാനായ റബ്ബിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ അടിമ, റഹ്മാനായ റബ്ബിൻ്റെ അടിമ, റഹീമായ റബ്ബിൻ്റെ അടിമ എന്നിങ്ങനെ അബ്ദു കൂട്ടിയിട്ടാണ് സൃഷ്ടികൾക്ക് പേര് വെക്കുക. ഈ നാമങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. ആര് കണ്ടില്ലെങ്കിലും എൻ്റെ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് റബ്ബ് കാണുന്നവനാണ്. അവനല്ലാത്ത ഒരാൾക്കും അത് കാണാൻ സാധിക്കുകയില്ല എന്നുറച്ച് വിശ്വസിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. തൗഹീദിൻ്റെ 3 അടിസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് സഹോദരങ്ങളെ നമ്മളാരും പുതുതായി ഉണ്ടാക്കിയ 3 കാര്യങ്ങളല്ല, മറിച്ച് അള്ളാഹു അവൻ്റെ കിതാബിൽ സൂറത്തു മറിയം 19-ാമത്തെ അധ്യായം അതിൽ 65-ാമത്തെ ആയത്തിൽ പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കുമുള്ള അള്ളാഹുവിൻ്റെ കിതാബിലെ തെളിവാണിത്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിൻ്റെയും എല്ലാം റബ്ബാകുന്നു അള്ളാഹു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫഅബ്ദുഹു, അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, ആ റബ്ബിനുള്ള ആരാധനയിൽ നിങ്ങൾ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക. അഥവാ റബ്ബ് അള്ളാഹു മാത്രമാണ് എങ്കിൽ ആരാധനയും അവന് മാത്രമേ അവകാശമുള്ളൂ എന്ന് അള്ളാഹു അറിയിക്കുന്നു. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പേരൊത്ത അവനെ പോലെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമോ? അഥവാ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്
എന്ന് റബ്ബ് അറിയിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ഏകനാക്കുക, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും ഒരുപോലെ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നിൽ പാളിച്ച പറ്റിയാൽ തൗഹീദ് പൊളിഞ്ഞു പോകും. ഒരാൾ അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് അംഗീകരിക്കുന്നു, പക്ഷേ ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു എങ്കിൽ അത്തരം ആളുകളുടെ തൗഹീദ് പൊളിഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും വകവെച്ചു കൊടുത്താൽ തൗഹീദ് പൊളിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തൗഹീദ് പൊളിഞ്ഞു പോവാതെ യഥാർത്ഥ തൗഹീദ് അമ്പിയാക്കൾ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമായ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ മുറുകെ പിടിക്കേണ്ടതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. ഇതിലായിക്കൊണ്ട് മരിച്ചാൽ മാത്രമേ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗം നൽകുകയുള്ളൂ. കാരണം സ്വർഗത്തിൻ്റെ താക്കോൽ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിൻ്റെ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ തൗഹീദുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ ഈ കേട്ട 3 അടിസ്ഥാനങ്ങളിൽ ആദ്യത്തെ കാര്യം അബൂജഹൽ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ അവരുടെ ആ വിശ്വാസം വില പോയില്ല. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. എന്നിട്ടും അവരുടെ തൗഹീദ് ശരിയായില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായി അവൻ്റെ റസൂലിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 110-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രികു ബിഇബാദതി റബ്ബിഹി അഹദാ. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അഥവാ പരലോകം ആഗ്രഹിക്കുന്നവരാരോ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, തൻ്റെ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഈ കൽപ്പന സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന നാം, പരലോകം പ്രതീക്ഷിക്കുന്ന നാം നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നതോടൊപ്പം നമ്മുടെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. നന്മകൾ സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനമാണ് തൗഹീദ്. തൗഹീദ് ഉൾക്കൊണ്ട ഒരാളിൽ നിന്ന് മാത്രമേ അള്ളാഹു നന്മകൾ സ്വീകരിക്കുകയുള്ളൂ. എത്ര തന്നെ നന്മകൾ ചെയ്താലും ആ നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മകളായി പരിഗണിക്കപ്പെടണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഇല്ലാ ലിയഅ്ബുദൂൻ അഥവാ ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എന്നെ ഏകനാക്കുവാൻ വേണ്ടിയല്ലാതെ നാം അവരെ പടച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കണം നാം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വില പോവുകയുള്ളൂ. സഹോദരങ്ങളെ, തൗഹീദ് എന്നത്
ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അടിത്തറയാണ്. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് വിജയവും പ്രതാപവും അന്തസ്സും സമാധാനവും എല്ലാം നൽകുന്നത് ഈ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെല്ലാവരും പ്രഖ്യാപിച്ച, തങ്ങളുടെ സമൂഹങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത, ആദ്യമായി അവരെ ക്ഷണിച്ച അടിസ്ഥാനം ഇതായിരുന്നു. ഒരുപാട് തിന്മകൾ നടമാടിയിരുന്ന ജനതയോട് പ്രവാചകന്മാർ ആദ്യം പറഞ്ഞത് ഇതാണ്: അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിൽ മറ്റൊരാളെയും മറ്റൊന്നിനെയും പങ്കുചേർക്കരുത്. കാരണം ഇത് ശരിയാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാവും എന്നതാണ്. ഇത് ശരിയായാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയുള്ളൂ. അതിലായി മരിച്ചാൽ മാത്രമേ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിൽ പങ്കുചേർത്ത, തൗഹീദ് പൊളിഞ്ഞുപോയ ആളുകൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നാം പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് ചിതറിയ ധൂളികൾ പോലെ അതിനെ ആക്കി തീർക്കും. എന്താണ് സഹോദരങ്ങളെ ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നോക്കിയാൽ മൺതരികൾ കാണാൻ സാധിക്കും. ആ മൺതരികൾ നമുക്കൊരു ഉപകാരവും ചെയ്യാത്തതാണ്, ഒരു നിലക്കും നമുക്ക് ഉപകാരം ചെയ്യുകയില്ല. എന്നതുപോലെ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ആക്കി തീർക്കും. ആരുടേത്? തൗഹീദ് പൊളിഞ്ഞുപോയ ആളുകളുടേത്. തൗഹീദ് പൊളിഞ്ഞു പോവാതെ മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് തൗഹീദിൻ്റെ അടിത്തറകൾ. 3 അടിത്തറകളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു. അത് 3ഉം ഈ രൂപത്തിലാണ്: റബ്ബ് എന്ന നിലക്ക് അള്ളാഹുവിനെ ഏകനാക്കണം, ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിനെ ഏകനാക്കണം, നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. ഇങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ സഹോദരങ്ങളെ, അതാണ് ഏറ്റവും നല്ല കണ്ടുമുട്ടൽ. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കർമ്മങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. അതോടൊപ്പം തൗഹീദ് പൂർത്തീകരിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. തൗഹീദ് പൊളിഞ്ഞു പോകുന്ന ശിർക്ക് എന്ന ഗുരുതരമായ അപകടം ഒരു കാരണവശാലും ജീവിതത്തിൽ വന്നുപോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതാണ് ഓരോ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഹീദിലായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഷിർക്കിൻ്റെ എല്ലാവിധ ലാഞ്ചനകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി അവനെ കണ്ടുമുട്ടാൻ നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.